എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോ ചുന്ദരം പൈലറ്റും കപ്പട മീശക്കാരനും ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസും കലിപ്പില് ഇപ്പൊ ഡോഫ്ലമിംഗോടെ വില്ലന്മാരെ പിടിച്ച് വലിച്ച് തല്ലി തല്ലി കൊല്ലുകയാണ്. ഡോഫ്ലമിംഗോടെ മെയിൻ അസിസ്റ്റൻസ് ആണെങ്കിൽ ആ ഒരു കാഴ്ച കണ്ട് ഷോക്കാവും. ഓ മൈ ഗോഡ്, ഇവരെല്ലാവരും പാലസിൽ വെച്ച് പരസ്പരം ഫൈറ്റ് ചെയ്ത മത്സരാർത്ഥികളല്ലേ. ഇപ്പൊ ഇവര് ഒന്നായി ഡോഫ്ലമിംഗോയ്ക്കെതിരെ തിരിഞ്ഞു. ഡോഫ്ലമിംഗോയുടെ അസിസ്റ്റൻസിനെ കഴിഞ്ഞും ഇപ്പോ അവരുടെ ഓപ്പണൻസ് വളരെ കൂടുതലാണ്. അപ്പോഴായിരിക്കും ഒരു ഫോൺ കോൾ അവർക്ക് കിട്ടുക. റോഹാൻ ലൂഫി അവൻ പാലസിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തിക്കഴിഞ്ഞു. അവിടെയുള്ള സെക്യൂരിറ്റീസിനെ എല്ലാം അവൻ ഇടിച്ച് ഏഞ്ച പരുവാക്കുകയാണ്. സോൾജിയേഴ്സ് ആണെങ്കിൽ വീക്ക് ആയതുകൊണ്ട് തന്നെ ലൂഫിയുടെ ഒറ്റ ഇടിയിൽ അവർ തെറിച്ചു പോകും. ലൂഫി അച്ചറം പൊച്ചറും ഇടിച്ച് ഇപ്പൊ മുൻപോട്ടേക്ക് നീങ്ങുകയാണ്. ലൂഫിയുടെ പുറകിലുള്ള രണ്ടുപേര് ലൂഫിക്ക് കട്ട സപ്പോർട്ട് കൊടുക്കും. പക്ഷെ നമ്മുടെ ചെക്കന് അതൊട്ടും ഇഷ്ടാവില്ല. നിങ്ങളോട് ഞാൻ എത്ര തവണ പറഞ്ഞു എന്റെ ബുള്ളിന്റെ മേലേന്ന് ഇറങ്ങി പോവാൻ, നിങ്ങളെന്താ എരുതിയിൽ എണ്ണ ഒഴിക്കുകയാണോ? അതിനവര് പറയും, അയ്യോ അല്ല അല്ല, ഞങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ വലിയ ഫാനാണ്, നിങ്ങൾക്ക് ഞങ്ങൾ കട്ട സപ്പോർട്ട് തരാണ്. അവരിത് പറയുന്ന സമയം ഒരു കൂട്ടം വില്ലന്മാര് ലൂഫി അറ്റാക്ക് ചെയ്യാൻ ആയുധങ്ങളൊക്കെ ആയിട്ട് ഓടി അടുക്കും. ഇത്തവണ ലൂഫി കൈയും കാലും ഒക്കെ ഉപയോഗിച്ചായിരിക്കും അവരെ അടിച്ച് ദൂരേക്ക് ഇടുക. അതുകൊണ്ട് പുറകിലുള്ളവർ വീണ്ടും ലൂഫിക്ക് സപ്പോർട്ട് കൊടുക്കും. അങ്ങനെ ലൂഫി ഇടിച്ചും പുറകിലുള്ളവർ സപ്പോർട്ട് കൊടുത്തും ബുള്ള് മുൻപോട്ടേക്ക് കുതിച്ചും അവരങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ടേക്ക് നീങ്ങുകയാണ്. അപ്പൊ അതിലൊരുത്തൻ ഇപ്പൊ കറക്റ്റ് ആയിട്ട് ആ ജയന്റ് വില്ലന് ഇൻഫർമേഷൻ പാസ് ചെയ്യും. റോഹാൻ ലൂഫി അവൻ ഫസ്റ്റ് ഫ്ലോർ കടന്ന് മുൻപോട്ടേക്ക് പോവാണ്. എത്രയും വേഗം എന്തെങ്കിലും ചെയ്യണം, ഞങ്ങളെ കൊണ്ട് അവനെ പിടിച്ചു നിർത്താനാവുന്നില്ല. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് പേര് അവന്റെ അറ്റാക്കിൽ പറ്റിയും ജീവൻ നഷ്ടപ്പെട്ടും ഇവിടെ വീണ് കിടക്കുകയാണ്. ആ ജയന്റും ബാക്കിയുള്ള ഡോഫ്ലമിംഗോടെ ഒഫീഷ്യൽസ് അവരെല്ലാവരും ചേർന്ന് അവരുടെ അസിസ്റ്റൻസിനോട് സുന്ദരം പൈലറ്റ്സിന്റെ ടീമിനെ അവരെ തടയാനായിട്ട് പറയും. അങ്ങനെ തടഞ്ഞിട്ടില്ലെങ്കിൽ പണിഷ്മെന്റ് കിട്ടാൻ പോകുന്നത് നിങ്ങൾക്കായിരിക്കും. അവർക്കാണെങ്കിൽ നന്നായിട്ട് അറിയാം സുന്ദരം പൈലറ്റും കപ്പട മീശക്കാരനും താടിക്കാരൻ അപ്പാപ്പനൊന്നും നിസ്സാരക്കാരല്ല എന്ന്. പക്ഷെ വേറെ വഴിയില്ലാതെ സ്വന്തം ജീവൻ അത് പണയപ്പെടുത്തി അവർ അറ്റാക്ക് ചെയ്യാൻ മുൻപിലേക്ക് പോകും. ലാവോജി ആണെങ്കിൽ വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് അവർക്ക് കാണിച്ചു കൊടുക്കും. അതിനൊരു സോൾജിയർ പറയും, ലാവോജി നിങ്ങൾ ഇങ്ങനെ ആക്ഷൻ ഇട്ടിട്ടോ ഞങ്ങൾക്ക് പവർ തന്നിട്ടോ കാര്യമില്ല, അവർക്ക് ഞങ്ങളെ കഴിഞ്ഞും ഒരുപാട് പവറുണ്ട്. അവരൊറ്റ അടിക്ക് എന്നെ പോലെയുള്ള 4-5 ആൾക്കാരെയാണ് ചവിട്ടിക്കൂട്ടി അവർ ദൂരേക്ക് ഇടുന്നത്. ഇവിടെ ആ ചുന്ദരം പൈലറ്റ് ആണെങ്കിൽ വീണ്ടും ബാക്കിയുള്ളവരോട് പറയും, ഡോഫ്ലമിംഗോയെ അവനെ ഞാൻ തന്നെ കൊല്ലും. അതിനുശേഷം ലൂഫിയോടുള്ള കടപ്പാട് അത് ഞാൻ വീട്ടും. മാത്രമല്ല എന്റെ ഫോട്ടോ ആയിരിക്കും പിന്നെ എല്ലാ പത്രങ്ങളിലും TV ചാനലിലും ഒക്കെ വരിക. ഒരു വെടിക്ക് 2 പക്ഷി. സോ ഈ ഡ്യൂക്ലി ഡോഫ്ലമിംഗോയുടെ അസിസ്റ്റൻസിനെ എല്ലാം നിങ്ങൾ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറഞ്ഞ് അവനിപ്പോ ഒരു ദിശയിലൂടെ ഡോഫ്ലമിംഗോയെ ലക്ഷ്യമാക്കി പോകും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ ബ്ലൈൻഡ് മാൻ നേവി ഓഫീസറിനെ കാണിക്കും. ആളാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, എന്നോട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞു എന്റെ വഴിയിൽ നിന്ന് മാറി നിൽക്കാൻ, എന്റെ ലക്ഷ്യം അത് നീ അല്ലാന്ന് പറയും. അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ഔട്ട് ചെയ്ത് ചുറ്റും കാണിക്കും. അവിടെ മുഴുവൻ ഫയറായിട്ട് അങ്ങനെ കത്തി എരിയാണ്. ആള് ഫൈറ്റ് ചെയ്തത് അത് മറ്റാരുമായിട്ടല്ല, സാക്ഷാൽ സാബോ ആയിട്ടാണ്. സാബോയ്ക്ക് നന്നായിട്ട് അറിയാം ഈ നേവി ആൾക്കാര് അവരവിടേക്ക് പോയ ഡോഫ്ലമിംഗോയെ സപ്പോർട്ട് ചെയ്യുമെന്ന്. അതുകൊണ്ടാണ് ബ്ലൈൻഡ് മാനെയും ആളുടെ നേവി സോൾജിയേഴ്സിനെയും അവൻ തടഞ്ഞു നിർത്തി അറ്റാക്ക് ചെയ്യുന്നത്. അങ്ങനെ ഓരോ ഭാഗത്തും നമ്മുടെ ആൾക്കാർ അവരോരോരുത്തരായിട്ട് ഓപ്പണൻസുമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ ആണെങ്കിൽ ടെൻഷനാവും. യു ആർ അൺബിലീവബിൾ, നീ ആ റെവല്യൂഷണറി ആർമിയിലെ ഒരു മെമ്പറല്ലേ, നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് ശരിയാണോ? പൈററ്റ്സുകളെ ഒരു കാരണവശാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അതിന് സാബോ ആണെങ്കിൽ സിമ്പിളായിട്ട് പറയും, റെവല്യൂഷണറി ആർമി അവരെപ്പോഴും നന്മയുടെ പക്കലായിരിക്കും. സോ നന്മ ചെയ്യുന്നത് അത് പൈററ്റ്സ് ആണെങ്കിലും നേവിക്കാരാണെങ്കിലും നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും. ഇപ്പോ റെവല്യൂഷണറി ആർമിയുടെ സപ്പോർട്ട് അത് ലൂഫിയാൻ ടീമിനും ഈ ഐലാൻഡിനും ആവശ്യമാണ്. അത് ഞാൻ തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കും. സാബോ ആണെങ്കിൽ അങ്ങനെ കാര്യമായിട്ട് സംസാരിക്കുന്ന സമയം ഒരു നേവി സോൾജിയർ അവനെ ഷൂട്ട് ചെയ്യും. ഓൾറെഡി സാബോയ്ക്ക് ഇപ്പോ ഫയർ പവറാണ്. അതുകൊണ്ട് തന്നെ അവന്റെ ബുള്ളറ്റില് സാബോയുടെ ബോഡിയിൽ ഒരു പോറല് പോലും ഏൽക്കില്ല. വൈസ് അഡ്മിറൽ ആണെങ്കിൽ അവരോട് നിലവിളിച്ച് പറയും, നമ്മൾ അവനെ എത്ര അറ്റാക്ക് ചെയ്തിട്ടും യാതൊരു കാര്യമില്ല. സോ ദയവ് ചെയ്ത് അവൻ അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സോൾജിയേഴ്സ് ആണെങ്കിൽ അവന്റെ വാക്കിന് വില കൊടുക്കാതെ വീണ്ടും വീണ്ടും സാബോയെ അറ്റാക്ക് ചെയ്യും. സാബോ സിമ്പിളായിട്ട് ആ വലിയ കണ്ണൊക്കെ വെച്ച് ചുരുട്ടി കൂട്ടി ഇപ്പൊ അവർക്ക് നേരെ തന്നെ അറ്റാക്ക് ചെയ്യാണ്. സാബോയ്ക്ക് ഇപ്പോഴാണ് ആ ഡെവിൾ ഫ്രൂട്ടിന്റെ പവർ കിട്ടിയത്. പക്ഷെ അവനെ കൊണ്ട് അത് നല്ല രീതിയിൽ ഇപ്പൊ തന്നെ ഉപയോഗിക്കാനായിട്ട് കഴിയുന്നുണ്ട്.
സാബോ ആണെങ്കിൽ അവന്റെ ഫയർ പവറൊക്കെ വെച്ച് അറ്റാക്ക് ചെയ്യാണ്. അത് കണ്ട വൈസ് അഡ്മിറല് ആള് പറയും അവൻ റെവല്യൂഷണറി ആർമിയിലെ രണ്ടാമത്തെ ആളാണ്. മാത്രമല്ല അവനിപ്പോ എയ്സിന്റെ ഡെവിൾ ഫ്രൂട്ടിന്റെ പവറും ഉണ്ട്. നിങ്ങളെ കൊണ്ട് അവന് ഒന്നും ചെയ്യാൻ കഴിയില്ല. സോ ജീവൻ വേണമെങ്കിൽ മാറി നിൽക്കാൻ പറഞ്ഞ് വൈസ് അഡ്മിറൽ ആളുടെ സ്ക്വാഡ് എടുത്ത് ആഞ്ഞു വീശും. ആ ഒരു വീശലില് അടുത്തുണ്ടായിരുന്ന വലിയൊരു ബിൽഡിംഗ് അതിപ്പോ രണ്ടായിട്ട് തകർന്ന് വീഴാണ്. സാബോയ്ക്കാണെങ്കിൽ അവന്റെ അറ്റാക്ക് കാണുമ്പോൾ മനസ്സിലാവും അവന് കുറച്ച് പവറൊക്കെ ഉണ്ട്. സാബോ വീണ്ടും വീണ്ടും അവനെ വാശി കയറ്റും. എന്നെ കൊണ്ടെന്നല്ല ആരെ കൊണ്ടും എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവന്റെ മുൻപിലൂടെ ഓടി കളിക്കുകയാണ്. അതിനാ വൈസ് അഡ്മിറല് അവൻ കേക്ക് വെട്ടിയിടും പോലെ അടുത്തുണ്ടായിരുന്ന ബിൽഡിങ്ങുകളെല്ലാം തന്നെ സ്ക്വാഡ് വെച്ച് വെട്ടിയിടുകയാണ്. അവന്റെ ഓരോ അറ്റാക്കിൽ നിന്നും സാബോ രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. പിന്നെ വൈസ് അഡ്മിറൽ ആണെങ്കിൽ സാബോയെ കളിയാക്കും. എന്തുപറ്റി എന്റെ അറ്റാക്ക് കണ്ട് നീ പേടിച്ചു പോയോ? ഒരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ എവിടേക്ക് ഓടിയായാലും നിന്നെ ഞാൻ കൊല്ലൂന്ന് പറഞ്ഞ് വീണ്ടും അവൻ വാള് വീശും. പക്ഷെ ഇത്തവണ സാബോ ആണെങ്കിൽ വാളിൽ നിന്ന് രക്ഷപ്പെടില്ല. മറിച്ച് ആ വാള് കറക്റ്റായിട്ട് അവന്റെ കൈ കൊണ്ട് ഹോൾഡ് ചെയ്യും. ആ നേവി ഓഫീസർ ആണെങ്കിൽ വീണ്ടും വീണ്ടും അതിന് ഫോഴ്സ് കൊടുക്കും. പക്ഷെ സാബോ ആണെങ്കിൽ ചിരിച്ചുകൊണ്ട് അത് ബ്ലോക്ക് ചെയ്ത് നിൽക്കുകയാണ്. അടുത്ത നിമിഷം സാബോ ആ സ്ക്വാഡ് അതിപ്പോ പൊട്ടിച്ച് തവിട് പൊടിയാക്കും. ആ നേവിക്കാരൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ ഇപ്പൊ അവന്റെ മാസ്ക് അതങ്ങനെ തകർക്കാണ് സാബോ. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ ആളാണെങ്കിൽ ആളുടെ പവർ അത് യൂസ് ചെയ്യും. സാബോ ആണെങ്കിൽ മുകളിലേക്ക് നോക്കും. വലിയൊരു ഉൽക്ക അതിപ്പോ അവനെ ലക്ഷ്യമാക്കി വരികയാണ്. ആ വലിയ ഉൽക്ക അത് കണ്ട് സാബോ അവൻ ഒരു സെക്കൻഡ് ഷോക്കാവും. ചുറ്റും ഉണ്ടായിരുന്ന നേവിക്കാര്, സാധാരണ ജനങ്ങള്, പൈററ്റ്സ് അങ്ങനെ എല്ലാവരും ഇപ്പൊ ഓരോ ഭാഗത്തേക്ക് ഓടുകയാണ്. ബ്ലൈൻഡ് മാൻ ആണെങ്കിൽ ചുറ്റും ആരൊക്കെയാണ്, എവിടെയൊക്കെയാണ്, എന്തൊക്കെയാണ് ഉള്ളത് നോക്കാതെയാണ് ആളുടെ ഓരോ അറ്റാക്കും പ്രയോഗിക്കുന്നത്. ഇവിടെ ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ ആൾ അടുത്ത നിമിഷം ഇപ്പോ തലയ്ക്ക് കൈ കൊടുക്കും. ഓ മൈ ഗോഡ്, അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു. അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പം പറ്റിയിട്ടുണ്ടാവോ എന്ന് അപ്പോഴായിരിക്കും ആൾ ചിന്തിക്കുക. ആ നേവി സോൾജിയേഴ്സ് ആണെങ്കിൽ ഇപ്പൊ ആളോട് ദേഷ്യപ്പെടും. നിങ്ങൾ എന്തായി ചെയ്യണേ? അവിടെ ഒരുപാട് പേരുണ്ട്, നമ്മുടെ തന്നെ ഒരുപാട് നേവി സോൾജിയേഴ്സും. അങ്ങനെയുള്ള സ്ഥലത്തേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ പാടുണ്ടോ? അതിനാ ബ്ലൈൻഡ് മാൻ ആണെങ്കിൽ അവരോട് സോറി പറയാണ്. ഐ എം റിയലി സോറി. അപ്പോഴത്തെ ആവേശത്തിന് ഞാൻ പെട്ടെന്ന് എൻ്റെ പവർ ഉപയോഗിച്ചതാണ്. അതിന് ഇത്രയും വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ സാബോ അവനാണെങ്കിൽ അസിസ്റ്റന്റ് നേവി ഓഫീസറിന്റെ മാസ്ക് ഒക്കെ ആയിട്ട് ആ ഫയറിലൂടെ ഫയറായിട്ട് വരും. എനിക്ക് യാതൊരു കുഴപ്പമില്ല, ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ എല്ലാവരും നോക്കി ചിരിക്കുകയാണ്. അവനാണെങ്കിൽ ആ മാസ്ക് അങ്ങനെ ചുരുട്ടിക്കൂട്ടി താഴെ ഇടുകയാണ്. എല്ലാവരും ഓടി വൈസ് അഡ്മിറലിന് എന്ത് സംഭവിച്ചു എന്നറിയാൻ അവിടേക്ക് ഓടിയെത്തും. വായിലൂടെയും മൂക്കിലൂടെയും ചോര തുളുമ്പി ആളാണെങ്കിൽ അനക്കമില്ലാതെ ഒരു മൂലയ്ക്ക് കിടക്കുകയാണ്. ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ ആണെങ്കിൽ ഇപ്പൊ സാബോട് പറയും, നീ ഒറ്റ ഒരുത്തനാണ് വൈസ് അഡ്മിറലിനെ ഈ അവസ്ഥയിലാക്കിയത്. സാബോ ആണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. നിങ്ങൾ എന്തായി പറയണേ? ഞാനല്ല, നിങ്ങളാണ് അവന്റെ അവസ്ഥയ്ക്ക് കാരണം. ബ്ലൈൻഡ് മാൻ ആണെങ്കിൽ ഒരു സെക്കൻഡ് ഷോക്കായിട്ട് ഇപ്പോ ടോപ്പിക് ചേഞ്ച് ചെയ്യും. ആക്ച്വലി ലൂഫിയുടെ ബ്രദർ അത് എയ്സ് അല്ലേ? എയ്സിന്റെ ഡെവിൾ ഫ്രൂട്ടിന്റെ പവർ അത് സ്വന്തമാക്കാനാണ് ലൂഫി ഇവിടേക്ക് വന്നത്. പക്ഷേ നീ ലൂഫിയെ ബ്രദർ എന്ന് വിളിച്ച് അവന് പകരം ഫൈറ്റ് ചെയ്ത് ആ ഡെവിൾ ഫ്രൂട്ട് അത് സ്വന്തമാക്കി അവന്റെ പവർ അബ്സോർബ് ചെയ്തെടുത്തു. സത്യത്തിൽ നീയും ലൂഫി എയ്സും നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ്? അത് കേട്ട് സാബു അവൻ ഒരു സെക്കൻഡ് കണ്ടവര് 3 പേരും ഹാപ്പി ആയിട്ട് ഒന്നിച്ച് ജീവിച്ചതും ഒരുപാട് പ്രോമിസ് ചെയ്തതും എവിടെ പോയാലും എങ്ങനെയൊക്കെ ജീവിച്ചാലും അവർ 3 പേരും ബ്രദേഴ്സ് ആണെന്ന് പറഞ്ഞതും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവൻ ഓർത്തെടുക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് പ്രസന്റ് കാണിക്കും. സാബോ ആണെങ്കിൽ ലൂഫി ഏത് പൊസിഷനിൽ എവിടെ നിന്ന് അവനെ ഹെൽപ്പിന് വിളിച്ചാലും ഓടിയെത്തും. കാരണം സാബോയ്ക്കുള്ള ഒരേ ഒരു ബ്രദർ അത് ലൂഫിയാണ്. ലൂഫിക്കുള്ള ഒരേ ഒരു ബ്രദർ അതിപ്പോ സാബോയുമാണ്. മരിച്ച വാർത്ത അത് സാബോയ്ക്ക് താങ്ങാനാവുന്നതിനപ്പുറമായിരുന്നു. സാബോ ജീവിച്ചിരിക്കുന്ന കാര്യം അത് എയ്സിനോ ലൂഫിക്കോ ഇത്രയും കാലമായിട്ട് അറിയില്ലായിരുന്നു. ആ ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ ആണെങ്കിൽ അവരുടെ സ്റ്റോറിയൊക്കെ കേട്ട് ഇപ്പൊ വീണ്ടും സാബോയെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. അടുത്ത നിമിഷം രണ്ടുപേരും വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് പൊരിഞ്ഞ അട്ടുകിടി ബഹളം. സാബോ ആണെങ്കിൽ അട്ടിച്ചു പറയും, ഇനി എനിക്ക് അവശേഷിക്കുന്നത് ലൂഫി ബ്രദറാണ്, അവന് വേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്ന് പറഞ്ഞ് ഇപ്പൊ ബ്ലൈൻഡ് മാൻ നേവി ഓഫീസറിനെ അച്ചരം പൊച്ചറ അറ്റാക്ക് ചെയ്യും. ഇവരുടെ രണ്ടുപേരുടെ അറ്റാക്കില് ചുറ്റും ഉണ്ടായിരുന്നവരെല്ലാവരും പേടിച്ചോടും. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.